ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഒരു ബട്ടർ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഞാൻ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു. ഈ പരുവത്തിലാണ് കുഴച്ച് വച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ആട്ട കുഴച്ചതിനകത്ത് ഉപ്പും വെള്ളവും മാത്രം, പച്ചവെള്ളം മാത്രം ഇട്ടാണ് ആട്ട കുഴച്ചിരിക്കുന്നത്. അതിനകത്ത് എണ്ണയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഉണ്ടാക്കാൻ നേരത്ത് മാത്രം ബട്ടർ സ്പ്രെഡ് ചെയ്ത് ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഗോതമ്പ് പൊടിയിൽ മുക്കുക. ബട്ടർ ഇതുപോലെ ചപ്പാത്തി പരത്തിയതിൻ്റെ അകത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ സ്ക്വയർ പോലെ ഒന്ന് നല്ലപോലെ പരത്തി, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചപ്പാത്തി അടുപ്പത്തോട്ടിട്ട് ചപ്പാത്തി ഇങ്ങനെ തവയിലോട്ടിട്ട് ചുട്ടുകൊണ്ടിരിക്കുവാന്നേ. അങ്ങനെ നമ്മുടെ ബട്ടർ പോക്കറ്റ് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ബട്ടർ ചപ്പാത്തി റെഡി. ബട്ടർ സോഫ്റ്റ് ചപ്പാത്തി നോക്കൂ, എന്തോ സോഫ്റ്റ്. നമ്മൾ ആട്ട കുഴയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം പോലും കുഴയ്ക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നോക്കൂ, എന്തോ ഒരു സോഫ്റ്റ് അല്ല ചൂട് ചപ്പാത്തി. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ബട്ടർ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പംകിൻ പൊട്ടാറ്റോ ഇട്ട സബ്ജി, പിന്നെ ഇവിടെ ഉള്ളി, തക്കാളി പഴം, പച്ചമുളക്, ഉപ്പ് ഇട്ടൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതേ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെങ്കിൽ ചപ്പാത്തി ഹാർഡാകത്തുമില്ല, നല്ല സോഫ്റ്റായിട്ടിരുന്നോളും. ഇങ്ങനെ ഹോട്ട് ബോക്സ് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബട്ടർ യൂസ് ചെയ്യണം. ബട്ടർ നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ബട്ടർ ചപ്പാത്തി ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. സബ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ടുണ്ടാക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. നോക്കൂ ചപ്പാത്തി എത്ര സോഫ്റ്റാണ്. സൂപ്പർ. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ, ബട്ടർ ചപ്പാത്തി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.